അൻവറിന്റെ ആദ്യ യോഗം ഉടൻ. മലപ്പുറം ചുവപ്പിക്കാൻ CPIM കണ്ടെത്തിയ തുറുപ്പുചീട്ടുകളിൽ പ്രമുഖനായ PV അൻവർ പുതിയ രാഷ്ട്രീയ ചുവടുമാറ്റം പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നു. നിലമ്പൂരിൽ അൻവർ വിളിച്ച ആദ്യ യോഗത്തിന് ഇനി മിനിറ്റുകൾ മാത്രം. മുഖ്യമന്ത്രിയും CPIM നേതൃത്വവും പൂർണ്ണമായും കൈവിട്ടിട്ടും പോരാട്ടവീര്യം ചോർന്നിട്ടില്ലെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു അൻവർ ഇന്ന് നടത്തിയ പ്രതികരണങ്ങൾ. താൻ വിളിച്ചാൽ ആയിരക്കണക്കിന് സഖാക്കൾ സമ്മേളനത്തിനെത്തുമെന്ന് PV അൻവർ പറഞ്ഞു. സ്വർണ്ണക്കടത്തിലെ പോലീസ് പങ്കടക്കം താൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ CPIMോ സർക്കാരോ കൂടെ നിന്നില്ലെന്ന് ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാനാണ് അൻവറിന്റെ ശ്രമം. കുറഞ്ഞത് 11 സമ്മേളനങ്ങളെങ്കിലും സംഘടിപ്പിക്കുമെന്ന് PV അൻവർ. സമ്മേളനത്തിന് സഖാക്കൾ എത്തുമോ എന്ന ചോദ്യത്തിന് CPIM നേതൃത്വത്തെ വെല്ലുവിളിച്ച് അൻവറിന്റെ ഉത്തരം ഇങ്ങനെ: ഈ നിലമ്പൂർ മണ്ഡലത്തിലെ ആയിരക്കണക്കിന് സഖാക്കൾ വരും ഞാൻ വിളിച്ചാൽ. ജീവനും സ്വത്തിനും ഭീഷണിയുണ്ടെന്ന് അൻവർ DGPക്ക് പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒതായിലെ വീടിന് പോലീസ് പിക്കറ്റ് പോസ്റ്റ് ഒരുക്കി. 4 പോലീസുകാരാണ് സുരക്ഷയ്ക്കായുള്ളത്. മലപ്പുറത്ത് നിന്ന് ഇടത് സ്വതന്ത്രരായി മത്സരിച്ച നിയാസ് പുളിക്കലകത്തും KT അബ്ദുറഹ്മാനും അൻവറിനെ പിന്തുണച്ച് രംഗത്ത് വന്നു. അല്ലാതെ പാർട്ടിയുടെ ഉള്ളിലോ അല്ലെങ്കിൽ മുന്നണിക്കുള്ളിലോ ഒക്കെ പറഞ്ഞ അഭിപ്രായങ്ങൾക്ക് ഒരു പരിഹാരവുമില്ല എന്നുള്ള രൂപത്തിലേക്ക് വരുന്ന സമയത്ത് ചില സമയത്ത് സംശുദ്ധരായ രാഷ്ട്രീയക്കാർക്ക് ചിലപ്പോൾ പുറത്ത് പറയേണ്ടി വരും, നിവൃത്തിയില്ലായ്മ കൊണ്ട്. അങ്ങനെ സംഭവിച്ചു പറഞ്ഞ ചില കാര്യങ്ങളിൽ മലപ്പുറം ജില്ലയിലെ പൊതുപ്രവർത്തകർ എന്ന നിലയിൽ നമുക്കൊക്കെ ചില കാര്യങ്ങൾ അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതാണ് എന്നുള്ള അഭിപ്രായമുണ്ട്. ADGPയെ മാറ്റാതെ സർക്കാരിന് മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് അബ്ദുറഹ്മാനും തലപ്പത്തുള്ളവർ മാത്രമല്ല പാർട്ടിയെന്ന് CPIM മരുത മുൻ ലോക്കൽ സെക്രട്ടറി EA സുഗുവും ഫേസ്ബുക്കിൽ കുറിച്ചു. സുഗു ഇന്നത്തെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും. അൻവറിന് പിന്തുണയുമായി സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. അതിനിടെ പാലക്കാട് അലനല്ലൂരിൽ PV അൻവറിന്റെ പരിപാടിക്കിടെ മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ചതിൽ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അൻവറിനൊപ്പം ഫോട്ടോ എടുക്കാൻ എത്തിയതെന്നാണ് ഇവർ മൊഴി നൽകിയത്. 24 മലപ്പുറം. PV അൻവറിന്റെ പൊതുസമ്മേളനത്തിൽ അല്പസമയത്തിനകം നിലമ്പൂരിൽ തുടക്കമാകും. CPIMനെ വെല്ലുവിളിച്ചുള്ള അൻവറിന്റെ രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാവി ഉടൻ അറിയാം. വിപിൻ C വിജയൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി. വിപിൻ, 6:30 യോഗം നടക്കുമെന്നുള്ളതായിരുന്നു. ഇപ്പോൾ അങ്ങോട്ടേക്ക് ആളുകളൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ട് എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നു. വലിയൊരു ആൾക്കൂട്ടമുണ്ടോ അവിടെ? അനുജ, അല്പസമയത്തിനകം തന്നെ PV അൻവർ വിളിച്ചു ചേർത്ത രാഷ്ട്രീയ വിശദീകരണ പൊതുസമ്മേളനം ആരംഭിക്കും. നമുക്ക് ഈ കാണുന്നത് പോലെ തന്നെ ഈ ജനസഞ്ചയം എന്ന് തന്നെ പറയാവുന്ന നിലയിലേക്ക് ആളുകൾ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റുള്ള ഒരു ഗ്രൗണ്ടിലാണ് ഈ വിശദീകരണ സമ്മേളനം നടക്കുന്നത്. ഇതിനോടകം തന്നെ ഈ ഗ്രൗണ്ട് മുഴുവൻ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. ഏകദേശം ഒരു 4:30 കൂടി തന്നെ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇനിയും ആളുകൾ എത്താനുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഉള്ളവരും പറയുന്നത്. ചേട്ടൻ എവിടുന്നാ? ഞങ്ങൾ അങ്ങാടിപ്പുറം. അപ്പോൾ പാർട്ടിയിലെ പാർട്ടി മെമ്പറാണ്. അതെ. അൻവർ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ആരോപണങ്ങളുണ്ടല്ലോ, അപ്പൊ അതിനോടുള്ള ഐക്യദാർഢ്യമായിട്ടാണോ വന്നത്? അതല്ല, അൻവർ പറയുന്ന വിഷയങ്ങൾ നമ്മൾ പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റികളൊക്കെ ഉന്നയിക്കുന്ന വിഷയങ്ങളാണ്. അതായത് ഏത് വിധേയനായിട്ടുള്ള ഇപ്പോൾ അൻവർ ഉന്നയിക്കുന്ന വിഷയങ്ങളൊക്കെ പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റികൾ ഉന്നയിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ, പാർട്ടി മെമ്പർമാരാണ്. പക്ഷെ അതൊന്നും താഴെ തട്ടിലുള്ള ചർച്ച ഒന്നും മുകളിലേക്ക് എത്തൂല. അതാ ഒരു ഘട്ടം വരെ എത്തുള്ളൂ. പേര് പോയി ലോക്കൽ കമ്മിറ്റി വരെ അങ്ങനെയുള്ള ചർച്ചകളൊക്കെ എത്തുള്ളൂ. പക്ഷെ അതല്ല വേണ്ടത്. പാർട്ടി ബംഗാൾ, ത്രിപുര പോലെ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ പണിയെടുത്തിട്ടില്ലെങ്കിൽ നാളെ ഈ പാർട്ടി CPM എന്നുള്ള പാർട്ടി കുറച്ച് ആളുകൾക്ക് മാത്രം ഒതുങ്ങിപ്പോകും. ഇപ്പോൾ ത്രിപുരയൊക്കെ ആവും എന്നുള്ളതാണ് PV അൻവറും ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ പറഞ്ഞിട്ടുള്ള ഒരു ആരോപണത്തിലും അന്വേഷണം കൃത്യമായിട്ട് നടക്കുന്നില്ല. അങ്ങനെ തന്നെയാണോ നിങ്ങളൊക്കെ കരുതുന്നത്? അതെ, തീർച്ചയായിട്ടും. അതായത് പാർട്ടി സംവിധാനം നിലനിൽക്കണം. പാർട്ടി സംവിധാനം അതുകൊണ്ടാണ് നമ്മുടെ CPM ഇന്ത്യ മുന്നണിയിലേക്ക് വന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് പാർട്ടി നിലനിൽക്കണം. പാർട്ടി നിലനിൽക്കേണ്ടതും ഇനിയിപ്പോൾ പാർട്ടി നിങ്ങൾക്കെതിരെ നടപടിയെടുക്കും എന്ന ഭാവിക്ക് വേണ്ടി മാത്രമാണ്. ഇല്ല, നടപടി അല്ലല്ലോ. പാർട്ടി സെക്രട്ടറി എന്താ പറഞ്ഞ് പരിപാടി വീക്ഷിക്കാം. ഞാൻ മുസ്ലിമാണ്, EK സുന്നിയുടെ ഒരു പ്രവർത്തകൻ കൂടിയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾ മറ്റു പല പരിപാടികളും കാണാൻ പോകും. അതുകൊണ്ട് അതിങ്ങനെ നടപടികൾ അതൊന്നും പ്രശ്നമല്ല. അതെ, പാർട്ടി അംഗമാണ് അദ്ദേഹം ഇപ്പോൾ പരിപാടി കാണുന്നതിന് വേണ്ടി വന്നിരിക്കുകയാണ്. നിങ്ങളൊക്കെ എവിടുന്നാണ്? ഞങ്ങൾ മുക്കം. ന്യായമായ പരിപാടി കേട്ടപ്പോൾ അൻവറിൻ്റെ സ്വഭാവം കണ്ടപ്പോൾ തിരിച്ചറിയാൻ വേണ്ടി
മുമ്പാലെ വന്നതാണ്. അൻവർ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി തന്നെ പല ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, പോലീസിനെതിരെ, സ്വർണ്ണക്കടത്തിനെതിരെയൊക്കെ. അപ്പോൾ അതൊക്കെ കേട്ടിരുന്നോ? അതിനോടൊക്കെ എന്താണ് നിങ്ങളുടെ ഒരു പ്രതികരണം? 100% അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് തെറ്റാണെങ്കിൽ തെറ്റാന്നുള്ള ഗവൺമെന്റ് കൊണ്ടുവരണമല്ലോ. അതറിയാൻ വേണ്ടി വന്നതാണ്. അറിയാൻ വേണ്ടി വന്നതാണ്. എന്നൊക്കെ എവിടുന്നായിരുന്നു? നിലമ്പൂരിലെ ഒരു സ്ഥിതി എന്താണ്? നിങ്ങളുടെ ഒരു MLA ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞൊരു 5 വർഷം പരാജയം എന്നുള്ളതാണ് ജില്ലാ സെക്രട്ടറി ഒക്കെ പറയുന്നത്. അത് പറയല്ല നിവർത്തിയുള്ളൂ പരാജയം എന്നുള്ളത്. സത്യത്തിൽ ഇവിടെ ആംബുലൻസിൽ വരെ വന്ന് ജയിക്കുന്ന ആൾക്കാരുള്ള കാലാണത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. എങ്ങനെ തൃശ്ശൂർ പൂരത്തിന്റെ അവിടേക്ക് ആംബുലൻസിൽ ആളെത്തി? ആരാണ് എത്തിച്ചത്? ഉത്തരം ഈ സെക്രട്ടറി പറയട്ടെ. അതാണ് ചോദ്യം. എവിടെയാണ് അന്തർധാര എന്നുള്ളതാണ് ചോദ്യം. അതിന് സത്യം വിളിച്ച് പറയുമ്പോൾ ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾ ഒരുപാടുണ്ടാവും. അതൊരുപാട് കേട്ടില്ല, കയ്യും കാലും വെട്ടും. എന്താ വേണ്ടത്? അപ്പോൾ ഇതിനോടൊന്നും ഇവിടെ നിൽക്കണമല്ല. അൻവറാഖാന്റെ ശബ്ദം നാളേക്ക് വേണ്ടി ഒരു ശബ്ദമാണ്. നമ്മളെ വരും തലമുറകൾക്ക് ഇവിടെ ജീവിക്കണം. അപ്പോൾ ഒരു അന്തർധാര ഇല്ലാതെ നല്ല രൂപത്തിൽ ജീവിക്കാനുള്ള ശബ്ദമാണ് അദ്ദേഹത്തിന്. അത് ഞങ്ങളൊക്കെ പിന്തുണ ഉണ്ടാവും. ഒരു സംശയമല്ല കാര്യത്തിൽ. പ്രധാനമായിട്ടും പറയുന്നത് ADGP അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത്, RSS ബന്ധം, ഇതൊക്കെയാണ്. അപ്പൊ അങ്ങനെ തന്നെയാണോ നിങ്ങളൊക്കെ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്? പാർട്ടിയായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ വരുന്നതല്ല ഇവിടെ വരുന്നത് കേരളം എങ്ങനെയാണ് ഇപ്പൊ സമകാലിക രാഷ്ട്രീയം എങ്ങോട്ടാ പോണത്, എവിടേക്കാണ് കേരളം എത്തിപ്പെടുന്നത് എന്നുള്ള ഒരു ആശങ്ക കൊണ്ട് വരുന്നതാണ്. സത്യം പറയുന്ന ആൾക്കാരെ എപ്പോഴും പിന്തള്ളപ്പെട്ടിട്ടേ ഉള്ളൂ. അതാണ് ചരിത്രം. ആ ചരിത്രം മാറണം, എന്നാലേ നമ്മളെ കുട്ടികൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതിൽ മാത്രമല്ല ഈ വന്നിട്ടുള്ളത്, ഇതിലെല്ലാവരും വന്നിട്ടുണ്ട്. ഇപ്പം പറഞ്ഞ മാതിരി എന്താ ഈ കേരളത്തിന്റെ പോക്ക് ഇതിപ്പോ ഒരു സത്യം വിളിച്ച് പറഞ്ഞ ആളെ പിന്നെ പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കൂല. ഇതിപ്പോ ഈ ADGP മാറ്റാൻ പറഞ്ഞിട്ടില്ല, അത് ഉദ്ദേശിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിലൊക്കെ പോയി ചർച്ച ചെയ്താണ്. പക്ഷെ അത് ഈ ADGP മാറ്റാൻ എന്നുള്ള ഉദ്ദേശം മുഖ്യമന്ത്രി മനസ്സിൽ വെച്ചതേറ്റ് കാര്യമില്ല. അതാണ് ചോദ്യം. ADGP എന്തുകൊണ്ട് മാറ്റുന്നില്ല? ഈ മനസ്സിൽ വെച്ചതേറ്റ് മാറ്റാം. ഇപ്പൊ ഈ ഒരു പ്രശ്നം ചർച്ചയും വന്നപ്പോ ADGP മാറ്റാം. എല്ലാ ആളുകൾക്കുണ്ട്, അതിന് പാർട്ടിയില്ല. അതെ. എന്നെ എവിടുന്ന? ഞാൻ കുന്നംകുളം മണ്ഡലത്തിൽ നിന്ന് കല്ലുംപുറത്തുനിന്ന്. കുന്നംകുളത്തുനിന്ന്. അൻവറിന്റെ ചോദ്യങ്ങൾ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ വളരെ പ്രസക്തമാണ്. ഒരു സമൂഹം ആഗ്രഹിക്കുന്നതാണ് അൻവർ ചോദിച്ചിട്ടുള്ളത്. അടിമത്ത രാഷ്ട്രീയമല്ല ഇന്ന് വേണ്ടത്. ജനകീയ ജനാധിപത്യത്തിന്റെ നെടുന്തൂണാണ് ഈ ഭരണകൂടങ്ങൾ. ചേട്ടനൊരു ഇടത് അനുഭവിയാണോ? ഞാൻ CPIയുടെ പാർട്ടി മെമ്പറാണ്. CPIയുടെ സ്ഥാനാർത്ഥിയെ തൃശ്ശൂര് പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ADGPയെ അവിടേക്ക് പറഞ്ഞയച്ച, BJPയുടെ സ്ഥാനാർത്ഥിയെ ആംബുലൻസിൽ അവിടേക്ക് എത്തിച്ച, ആ സംഘർഷ മേഖലയിലേക്ക് എത്തിച്ച ഈ വൃത്തികെട്ട രാഷ്ട്രീയത്തിനെതിരെ അൻവർ ചോദിച്ചപ്പോൾ ആ അൻവറിനോട് പ്രതികരിക്കേണ്ടതിന് പകരം കയ്യും വെട്ടും കാലും വെട്ടും ചാലിയാർ പുഴയിൽ വലിച്ചെറിയും എന്ന് പറയിപ്പിക്കുന്ന രീതിയല്ല വേണ്ടത്. ആലപ്പുഴയിലെ ഒരു പിഞ്ചു കുഞ്ഞ് എന്തോ ഒരു മുദ്രാവാക്യം വിളിച്ചപ്പോൾ ഇത്ര നിഷ്ഠൂരമായ രീതിയിലുള്ള കേസെടുത്ത അതേ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കൊലവിളി രാഷ്ട്രീയമൊക്കെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ജനകീയ ജനാധിപത്യമാണ് ആവശ്യം, അല്ലാതെ അടിമത്ത രാഷ്ട്രീയമോ അടിമത്ത വ്യവസ്ഥിതിയോ അല്ല. അതുകൊണ്ട് അൻവറിനോട് പൂർണ്ണമായും ഐക്യപ്പെടുന്നു എന്നാണോ? അൻവറിന്റെ ചോദ്യങ്ങളോട് പൂർണ്ണമായി ഐക്യപ്പെടുന്നു. അൻവറിന്റെ ആ ചോദ്യം ഉയർത്തുന്ന രാഷ്ട്രീയം അത് ഈ വർത്തമാനകാല കേരളത്തിന്റെ ആവശ്യമാണ്. ആ ആവശ്യത്തോടൊപ്പം ഇന്നത്തെ യുവത്വം നിൽക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അനുജ, കൃത്യമായ രാഷ്ട്രീയ ധാരണയോടുകൂടി അൻവർ ഉയർത്തിയിരിക്കുന്ന ആരോപണത്തിന്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ തന്നെയാണ് ഈ വന്നിരിക്കുന്ന ഒരാൾക്കൂട്ടം എന്നതിന് അപ്പുറമായി, അല്ലെങ്കിൽ ഈ ഒരു പരിപാടി പങ്കെടുക്കുക എന്നതിനപ്പുറമായി ഇത്രയും ദിവസമായി ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളിലും അവർക്ക് കൃത്യമായ ധാരണയുണ്ട്. എന്തുകൊണ്ട് ADGPയെ മാറ്റുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്കെതിരെ എന്തുകൊണ്ടാണ് ഇത്തരമൊരു നടപടി ഉണ്ടാകുന്നത്? ആ ചോദ്യത്തിനുള്ള മറുപടി അല്ല ഉണ്ടാവുന്നത്, മറിച്ച് ഭീഷണിയും അതുപോലെ തന്നെ കയ്യും വെട്ടും കാലും വെട്ടും തുടങ്ങിയിട്ടുള്ള ആരോപണം ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. നിങ്ങളൊക്കെ എവിടുന്നാണ്? ഞാൻ കോട്ടക്കൽ, മലപ്പുറം ജില്ലയിൽ തന്നെയാണ്. ഞാൻ അൻവറാഖാന്റെ കട്ട ഫാനാണ്. അത് ഇപ്പൊ ഈ ആരോപണം ഉന്നയിക്കപ്പെട്ടതിന് ശേഷം ഫാനായതാണോ? മുസ്ലിം ലീഗിലായിരുന്നോ? ലീഗില് ഞാൻ അൻവറാഖ പൊന്നാനി മത്സരിച്ചപ്പോ ലീഗിക്ക് മാലിട്ട് സ്വീകരിച്ചതാ. ഞാൻ കാണാൻ വേണ്ടി വന്നത്. അങ്ങനെ അതിനുശേഷം ലീഗിന്റെ സെക്രട്ടറിയാണ്, അവിടെ വാർഡ് സെക്രട്ടറി. അതിനുശേഷമല്ല, ഞാൻ പാർട്ടിക്ക് ഇതല്ല, പക്ഷെ അൻവറാഖാൻ എനിക്ക് ഇഷ്ടമാണ്. എന്താണ് പറയുന്നത് കേൾക്കാൻ വേണ്ടി വന്നു. ഇതിനു മുൻപും ഇവരൊക്കെ ഒരു 4:30 കൂടിയെങ്കിലും ഇവിടെ എത്തിയ ആളുകളാണ് അല്ലെ? നേരത്തെ വന്നിട്ടുണ്ടല്ലോ, 3:30 എത്തി.
അൻവർ പല വിധത്തിലുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൽ മുഖ്യമന്ത്രി സമ്പൂർണ്ണ പരാജയമായിരുന്നു ആഭ്യന്തരമന്ത്രിയായിട്ട് എന്നടക്കമുള്ള ഇതിനോടൊക്കെ നിങ്ങളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? യോജിപ്പുണ്ട്. ഒരു പാർട്ടി വക്താവ് നിലക്ക് മുഴുവൻ പറയാൻ കഴിയില്ല. LDF-ലുള്ള ആളാണ്, ഇടതുമുന്നണിയുടെ ഭാഗമാണ്. സ്ഥാനം വഹിക്കുന്നുണ്ടോ? LDF-ലെ വേങ്ങര മണ്ഡലം ജോയിന്റ് കൺവീനറാണ്. LDF-ന്റെ. അപ്പോൾ ഇതിൽ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ഒരു ചോദ്യം ഉണ്ടാവില്ലേ? അതിന് വിഷയമില്ല. ഞങ്ങൾ സ്വതന്ത്രമായി പ്രവർത്തിക്കുകയും സ്വതന്ത്രമായി ചിന്തിക്കുകയും ചെയ്യുന്ന ആൾക്കാർ. ഇപ്പൊ ഈ എടുത്തിരിക്കുന്ന ഈ നിലപാട് ശരിയാണ് എന്ന് യാതൊരു സംശയമില്ല. പുറത്താക്കുകയാണെങ്കിൽ പുറത്താക്കും, അതിന് വിഷയമൊന്നുമില്ല. ഞങ്ങൾ കാരക്കുന്ന്. എന്താണ് ഈ വിഷയത്തിൽ ഇപ്പോൾ പറയാനുള്ളത്? ഈ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരു പക്ഷേ അതിന് മുകളിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിലവിൽ കാണുന്നത്. ഇന്നിപ്പോൾ രാവിലെ തന്നെ ഒരു 200-300 ആളുകൾ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് അൻവറൊക്കെ പറഞ്ഞിരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഗ്രൗണ്ട് പൂർണ്ണമായിട്ടും നിറഞ്ഞു കവിഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ച അത്രയും ആളുകൾ എത്തി എന്നുള്ളതാണോ? ഇൻഷാ അല്ലാഹ് എത്തീനെ, ഇനിയും എത്തും. അൻവർ സാഹിബിന്റെ പിന്നാലെ അണിനിരക്കും. നിലമ്പൂരിൽ ഇനിയിപ്പോൾ അദ്ദേഹം സ്ഥാനാർത്ഥിയൊക്കെ ആവുകയാണെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ ഒരു ജയസാധ്യതയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? വലിയ ഭൂരിപക്ഷത്തിൽ മൂപ്പര് ജയിക്കും. കാരണം സത്യസന്ധനായ ആളാണ്. ഇനിയും പാർട്ടിക്ക് നിലനിൽക്കണം. അപ്പോൾ ഇനിയൊരു പ്രസ്ഥാനം ഉണ്ടാക്കുകയാണെങ്കിൽ ആ പ്രസ്ഥാനത്തിൻ്റെ ഒപ്പം ഞങ്ങൾ എല്ലാവരും അണിനിരക്കും. ഞാനൊരു CPM അനുഭാവിയാണ്. 18-ാം വയസ്സിൽ CM ആയതാണ്, കാൻഡിഡേറ്റ് മെമ്പർ ആയതാണ്. പക്ഷേ ഇപ്പോൾ അൻവർ എന്നുള്ള വ്യക്തിയല്ല, നിലപാടുകൾക്കാണ് മുൻഗണന കൊടുക്കുന്നത്. ആ നിലപാട് മുഖ്യമന്ത്രി പറഞ്ഞില്ല എന്നുള്ള ഇന്നിലൊരു വിശ്വാസക്കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സമ്മേളനത്തിന് വന്നത്. മുഖ്യമന്ത്രി ചോദ്യങ്ങൾക്ക് ഒരു നിലപാട് പറയുന്നില്ല എന്നുള്ളതാണ്. അത് സത്യമാണ്. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിനെ ശക്തിപ്പെടുത്തണം എന്നുള്ളൊരു ആഗ്രഹക്കാരനാണ്. ആ ഒരു വികാരത്തിലാണ് ഞാൻ വന്നിട്ടുള്ളത്. അൻവർ ഉയർത്തിയ ചോദ്യങ്ങൾക്കാണ് ഉത്തരം വേണ്ടത്. ഇതുവരെ തന്നില്ല. പാർട്ടി പ്രവർത്തകരോ അല്ലെങ്കിൽ സംഘടനയുടെ ഉന്നത ആൾക്കാരോ ആരും ഒരു വ്യക്തപരം തന്നിട്ടില്ല. ആ ഒരു നിലപാടിനുള്ള എതിർപ്പാണ് ഇപ്പോൾ. അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. പക്ഷേ CPM-ന് നശിപ്പിക്കാനോ അല്ലെങ്കിൽ നശിക്കാനോ അല്ല. അതാണ്, ഇടത് അനുഭാവികൾ തന്നെയാണ് കൂടുതലായി വന്നിരിക്കുന്നത്. അതിൽ പല സ്ഥാനങ്ങൾ വഹിക്കുന്നവരുണ്ട്. നേരത്തെ കണ്ടതുപോലെ തന്നെ LDF-ന്റെ ഒക്കെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ വഹിക്കുന്ന ആളുകൾ ഉൾപ്പെടെയാണ് നിലവിൽ വന്നിരിക്കുന്നത്. അവർ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ധാരണ വെച്ചിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരു അല്പസമയത്തിനകം തന്നെ PV അൻവർ ഈ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലേക്ക് PV അൻവറിന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിന് അല്പസമയത്തിനകം തുടക്കമാകും. ഇപ്പോൾ ആ ഗ്രൗണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ തന്നെ കൂടുതൽ പേർ എത്തിച്ചേരുമെന്നുള്ളതാണ്. ഇതിൽ കാണാൻ കഴിയുന്നത് CPIM-ന്റെ പ്രതിനിധികളുണ്ട്, അംഗങ്ങളുണ്ട്, കൂടാതെ CPI പ്രതിനിധികൾ, ലീഗിനെ പ്രതിനിധീകരിച്ചുള്ളവർ, അങ്ങനെ കൂടുതൽ പേരും പാർട്ടി അംഗങ്ങളാണ് തങ്ങൾ. പക്ഷേ PV അൻവർ പറയുന്ന കാര്യങ്ങളോട് യോജിപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് എത്തുന്നവരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.